Michelangelo. Michelangelo? I want to do this painting where there are all the colors. Painting Dev series on one theme. What's the current exhibition? And that'll be my biggest break. This is India good exhibition. You framed the series. This exhibition is a comedy. നമസ്കാരം, ഞാൻ ജോയ്സൺ, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇത്തിരി സീരിയസ് ആയിട്ടുള്ളതും അതേസമയത്ത് തന്നെ നമ്മൾ പേഴ്സണലി എല്ലാവരും പേഴ്സണലി അനുഭവിച്ചിട്ടുള്ള, അതുകൊണ്ട് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഒരു നാർസിസ്റ്റിനെ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക്. നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽ, ഒരുപക്ഷെ കുടുംബത്തിലായിരിക്കാം, അല്ലെങ്കിൽ ചങ്ങാത്തങ്ങളിലായിരിക്കാം, സ്കൂളിലോ കോളേജിലോ ആയിരിക്കാം, ജോലി സ്ഥലങ്ങളിലായിരിക്കാം, ഇങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നമ്മൾ വളർന്നു വരുന്നതോടൊപ്പം ഇത്തരത്തിലുള്ള നാർസിസ്റ്റിക് ബിഹേവിയറുള്ള ആൾക്കാരുടെ പെരുമാറ്റം മൂലം വളരെയധികം ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും നമ്മളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അവസ്ഥയിലൊക്കെ നമ്മൾ വളരെ കടന്നു പോയിട്ടുണ്ടായിരിക്കും. ഞാനും എൻ്റെ ജീവിതത്തിൽ കുറേ നാർസിസ്റ്റിക് ആയിട്ടുള്ള കൂട്ടുകാരുടെ അടുത്തും റിലേഷൻഷിപ്പുകളിലൊക്കെയും ഇടപെട്ടിട്ടുണ്ട്. സോ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടൈമായിരുന്നു. അവർക്ക് എപ്പോഴും അവർ പറയുന്നതാണ് സംഭവം, എപ്പോഴും ആ ഒരു സെൻറ്റർ ഓഫ് അറ്റൻഷൻ കിട്ടാനായിട്ട്, എപ്പോഴും അവർ തന്നെ ശ്രദ്ധിക്കാനായിട്ടുള്ള കാട്ടായങ്ങളും കോപ്രായങ്ങളും, അല്ലെങ്കിൽ അതിനുവേണ്ടി പഠിച്ചെടുത്തിട്ടുള്ള കുറേ തന്ത്രങ്ങളും മറ്റും ഉപയോഗിക്കുന്ന രീതിയും, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു വിലയില്ലാത്ത അവസ്ഥ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വെറും തുച്ഛമാണ്, അവർ അച്ചീവ് ചെയ്തിട്ടുള്ളതാണ് ഏറ്റവും പ്രാധാന്യം, കാര്യങ്ങളൊക്കെയും അവർക്കൊരു എൻ്റർടൈൻമെൻ്റ് ഉള്ള പോലെ, അല്ലെങ്കിൽ അവർക്ക് അതിന് ഏറ്റവും കൂടുതൽ അർഹത അവർക്കാണ്. അങ്ങനെയുള്ള വ്യത്യസ്ത പല സ്വഭാവങ്ങളും കാണിക്കുമ്പോൾ പലപ്പോഴും നമ്മളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് പോകാറുണ്ട്. നമുക്ക് എന്തുകൊണ്ട് ഇവരെ പോലെ പെരുമാറാൻ സാധിക്കുന്നില്ല? നമുക്ക് ഒരു പരിധി വരെ ഇവരുടെ അടുത്ത് അച്ചീവ്മെൻറ്റോ അല്ലെങ്കിൽ ഇവരെക്കാളും അച്ചീവ്മെൻറ്റ് ഉണ്ടായിട്ടും നമ്മൾ ഇത്രത്തോളമുള്ള ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡോ മറ്റോ ഒന്നും കാണിക്കുന്നില്ല. പക്ഷേ ഇവരൊക്കെ ഇത്രത്തോളം ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നു. പലപ്പോഴും അങ്ങനെ ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നതുകൊണ്ട് സമൂഹത്തിലുള്ള പലരും അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നു. പലപ്പോഴും അവർക്ക് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പുകൾ എളുപ്പത്തിൽ സംജാതമാകുന്നു. കാരണം ഇത്തരത്തിലുള്ള ഒരു ആഠിത്യവും അഹങ്കാരപൂർണ്ണമായിട്ടുള്ള ആറ്റിറ്റ്യൂഡും മറ്റൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർ അവരൊരു സംഭവമാണെന്ന് വിചാരിച്ചിട്ട് അവരുടെ അടുത്തേക്ക്, അവരുടെ ടീമിലേക്ക് ആയിത്തീരാനും അല്ലെങ്കിൽ അവരുടെ പിന്നാലെ പോകാനും ഒക്കെയുള്ള പല ശ്രമങ്ങളും തുടക്കത്തിൽ കാണിക്കുന്നത് നമുക്ക് കാണാം. അതിനുശേഷം അവർക്ക് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവുമ്പോൾ പലപ്പോഴും ഇതുപോലുള്ള നാർസിസ്റ്റുകളുടെ കമ്പനി ഉപേക്ഷിക്കലാണ് പലരും ചെയ്യാറ്. പക്ഷേ തുടക്കത്തിൽ പലർക്കും ഒരു നാർസിസ്റ്റിൻ്റെ സ്വഭാവങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവർ നിങ്ങൾക്കടുത്ത് എടുക്കുന്ന ലവ് ബോംബിങ്, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കുറേ സ്നേഹവും അതുപോലെ തന്നെ കെയറിങ്ങും മറ്റും പ്രൊവൈഡ് ചെയ്ത് നിങ്ങളെ വലയിലാക്കുന്ന രീതികളൊന്നും പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാറില്ല. സോ ഇന്നത്തെ വീഡിയോയിലൂടെ എങ്ങനെയാണ് നമുക്ക് ഒരു നാർസിസ്റ്റിക് സ്വഭാവമുള്ള ആളെ എങ്ങനെ മനസ്സിലാക്കാമെന്ന് നോക്കാം. നാർസിസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ നാർസിസ്റ്റിക് ഫീച്ചേഴ്സ് കണ്ടുവരുന്നത് ആണുങ്ങളിലാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. എവല്യൂഷണറി പരമായിട്ട് പലപ്പോഴും സമൂഹത്തിലും മറ്റും കോമ്പീറ്റ് ചെയ്ത് സമ്പാദിക്കേണ്ടതും ലൈംലൈറ്റ് എന്ന് കാര്യങ്ങൾ നേടിയെടുക്കേണ്ടതുമായിട്ടുള്ള ആവശ്യകത ആണുങ്ങൾക്കായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആണുങ്ങൾക്ക് കൂടുതലായിട്ടും ഇതുപോലുള്ള അരോഗൻറ്റും അതുപോലെ തന്നെ സമൂഹത്തിൽ മുന്നിട്ട് നിൽക്കാനും ഒരു സെൻറ്റർ ഓഫ് അറ്റൻഷൻ ആവാനും ഗർവ് കാണിച്ച് കാര്യങ്ങൾ നേടാനും ഒക്കെയുള്ളൊരു സ്വഭാവ സവിശേഷത ഒരു പരിധിവരെ രൂപപ്പെട്ടിട്ടുണ്ട്. ഒരു പരിധിവരെ നാർസിസിസം എന്ന് പറയുന്നത് എല്ലാവരിലും ഉണ്ട്. ഒരു പരിധിവരെ ആണെങ്കിൽ ഒരു പരിധിവരെ സ്വയം കാര്യങ്ങൾ അഭിമാനവും അതുപോലെ തന്നെ കോൺഫിഡൻസും അസേർട്ടീവ്നെസ് സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ ജീവിതം സുഗമമാക്കും. പക്ഷേ ഇതൊരു പരിധി വിട്ട് കൂടുകയാണെങ്കിൽ അത് രോഗപരമായിട്ടുള്ളതും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള ഒരു പ്രശ്നമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മളതിനെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ കൂടിയ തരത്തിലുള്ള നാർസിസിസം എന്നൊക്കെ പറയുന്നത്. സോ നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് നാർസിസിസം എല്ലാവരിലും ഉണ്ട്. പക്ഷെ അത് എല്ലായ്പ്പോഴും അതിലൂടെ മാത്രമാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ആ ഒരു കാഴ്ചപ്പാടിലൂടെ മാത്രമാണ് ലോകത്തെ നോക്കിക്കാണുന്നത് എന്നെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അത് ഒരു പരിധിവരെ അവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ് പല ഘട്ടത്തിലും. അതുപോലെ തന്നെ മറ്റുള്ളവരെയും വളരെയധികം ബുദ്ധിമുട്ടിലാഴ്ത്താനായിട്ട് അതുകൊണ്ട് കാരണമാകുന്നുണ്ട്. സോ നമുക്ക് നോക്കാം നാർസിസത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന്. ഒന്നാമത്തെ ഫീച്ചറാണ് അവർക്കൊരു ഗംഭീര ഭാവമുള്ളൊരു സ്വപ്രാധാന്യം ഉണ്ടായിരിക്കും. അവരെപ്പോഴും അവരുടെ അച്ചീവ്മെൻറ്റ്സുകളെയും അവരുടെ നേട്ടങ്ങളെയൊക്കെയും അവർ വളരെ വലുതായിട്ട് കാണിക്കാനും മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് അതിൽ നിന്നും പ്രശംസയും മറ്റും പിടിച്ചുപെട്ടാനും ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നിങ്ങളും അങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇനി ഇവരെപ്പോഴും
ലക്ഷ്യം വെക്കുന്നത്, സ്വപ്നം കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനമില്ലാത്ത ശക്തി, നല്ല ഭംഗിയുള്ളൊരു പാർട്ട്ണർ, അല്ലെങ്കിൽ ഭംഗിയുള്ളൊരു ലൈഫ്, വലിയൊരു വീട്, ഒരു സ്നേഹപൂർണ്ണമായിട്ടുള്ളൊരു ലൈഫ്, എല്ലാം അതിൻ്റെ വലിയ രീതിയിലായിരിക്കും ഇവരുടെ സ്വപ്നങ്ങളും മറ്റും കാര്യങ്ങളും പലപ്പോഴും ഇവർ കാണുന്നുണ്ടായിരിക്കാം. ഇങ്ങനെ സ്വപ്നം കാണുന്നതൊന്നും ഒരു കുറ്റമുള്ള കാര്യമല്ല, എല്ലാവരും വലിയ സ്വപ്നങ്ങൾ തന്നെ കാണണം. പക്ഷേ ഇവരുടെ കാഴ്ചപ്പാടെന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഒരു ഉന്നതമായിട്ടുള്ള രീതിയിൽ, ഒരു കുറവുകളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഡിഫിക്കൽട്ടി, കുറവുകളുള്ള ആളുണ്ടെങ്കിൽ അവരുടെ അടുത്ത് എമ്പതി കാണിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെയായിരിക്കും ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി പലപ്പോഴും ഇവർ സൊസൈറ്റിയിൽ ഇടപഴകുന്ന സമയത്ത് ഇവരെ പെരുമാറ്റങ്ങളും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആ ഭാവങ്ങളും കണ്ടും കാരണം അവരൊരു കൂടുതൽ ആദരവ് അർഹമുള്ളതാണ് എന്ന രീതിയിലായിരിക്കും അവർ പെരുമാറുക. അവരെ എപ്പോഴും ആൾക്കാർ ആദരിക്കണം, അവരെപ്പോഴും ബഹുമാനിക്കണം, അവരെപ്പോഴും പുകഴ്ത്തിപ്പാടൽ നടത്തണം. അവരാണ് സംഭവം എന്നുള്ളത് എല്ലാവരും സംസാരിക്കണം. ഇല്ലെങ്കിൽ ഇവർക്കൊരു നീരസാണ്, അല്ലെങ്കിൽ ഇവർക്കൊരു ബൂസ്റ്റ് കിട്ടാത്തൊരവസ്ഥ. ഇനി ഇവർ പലപ്പോഴും ചിന്തിക്കുന്ന രീതി എന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ അവർ ഹൈ സ്റ്റാറ്റസ് പീപ്പിളാണ്, വളരെ ഉയർന്നു നിൽക്കുന്ന ആൾക്കാരാണ്, ബാക്കിയുള്ളവരൊക്കെ താഴെക്കിടക്കാർ. അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും വലിയ വലിയ ആൾക്കാരൊപ്പമായിരിക്കണം സഞ്ചരിക്കേണ്ടത്, പെരുമാറേണ്ടത്, ജീവിക്കേണ്ടത്. അതുപോലെ തന്നെ അവർക്ക് പലപ്പോഴും അവർ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും വലിയ സംഭവങ്ങളൊക്കെ ആയിട്ടായിരിക്കും അവർ തന്നെ ബന്ധപ്പെടുത്തുക. അതായത് ഞാൻ അവിടെ പഠിച്ചതാണ്, അല്ലെങ്കിൽ ഞാൻ ഇവിടെയാണ് ജോലി ചെയ്യുന്നുണ്ടായിരുന്നത്, അത് ഭയങ്കര സംഭവമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരെന്ന് പറയുന്നത് ഈ സിനിമാ നടനാണ്, പിന്നെ അതുപോലെ തന്നെ ഈ ബിസിനസ്സുകാരനെ എനിക്കറിയാം, അവൻ എനിക്കറിയാം. അങ്ങനെ വലിയ വലിയ തരത്തിലുള്ള പൊങ്ങച്ച തരത്തിലുള്ള സംസാരങ്ങളും മറ്റുമൊക്കെ ഇവരിൽ നിന്നും പലപ്പോഴും നമുക്ക് കേൾക്കാൻ സാധിക്കും. കാരണം ഇവർ വലിയ സംഭവമാണ്, കുറേ വലിയ ആൾക്കാരറിയാം, വലിയ സ്ഥലങ്ങളിലൊക്കെയാണ് പഠിച്ചേക്കുന്നത്, ജോലി ചെയ്തേക്കുന്നത്, കണ്ടിട്ടുള്ളത്. സോ നിങ്ങൾ ഇവരെ തിരിച്ചറിയണം, കാരണം ഇവർ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് ഇവർക്ക് മറ്റുള്ളവരായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴോ അവർ വിഷമങ്ങൾ പറയുമ്പോഴോ അത് ശ്രദ്ധിക്കാനായിട്ടുള്ള താല്പര്യമില്ല. എമ്പതി ഇല്ലാത്ത അവസ്ഥ, മറ്റുള്ളവർക്ക് അനുകമ്പ തോന്നാത്ത അവസ്ഥ, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊക്കെയും ജസ്റ്റ് ഒരു കടയിൽ പോയിട്ട് കൊടുക്കൽ വാങ്ങൽ പോലെയുള്ള രീതിയിൽ പോലും കേൾക്കാനായിട്ടോ ശ്രവിക്കാനായിട്ടോ ഒരു ചെവി കൊടുക്കാത്ത തരത്തിലുള്ള പെരുമാറ്റം കാണാം. ഒരു എമ്പതി, അനുകമ്പയില്ലാത്ത അവസ്ഥ. ഇനി പലപ്പോഴും ഇവരൊരു കടയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവരുടെ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണം. ഇവർക്ക് ഒരു സംഭവങ്ങളാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരുടെ കാര്യങ്ങൾ നടക്കണം. അവർക്ക് എല്ലാ കാര്യങ്ങൾക്കും അർഹതയുള്ളതാണ്. അതുകൊണ്ട് അവർ ഒരു ലൈനിലൊക്കെ നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവർ തന്നെ വിചാരിക്കുന്നത് ഞങ്ങളൊരു സംഭവമാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ കാര്യം നേടിത്തരണം, എൻ്റെ സമയത്തിന് വലിയ വിലയാണ് എന്നൊക്കെയുള്ള ചിന്താഗതി. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവരെ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് മറ്റുള്ളവരെ ചൂഷണം ചെയ്യാനോ മറ്റുള്ളവരെ താറുമാറാക്കാനൊന്നും വലിയ മടിയൊന്നും ഉണ്ടായിരിക്കില്ല. അവർ അതിന് യഥേഷ്ടം ശ്രമിക്കുന്ന രീതി ഉണ്ടായിരിക്കും. കാരണം അവർക്ക് മുകളിലേക്ക് എത്തണം, മുന്നോട്ട് പോകണം. അതിന് മറ്റൊരാളെ താഴെ വീണ് കഴിഞ്ഞാലോ മറ്റൊരാളെ ചൂഷണം ചെയ്ത് കഴിഞ്ഞാലോ പ്രശ്നമില്ല. അവർ പ്രധാനപ്പെട്ട ചിന്താഗതി എന്ന് പറയാൻ കഴിഞ്ഞാൽ ലക്ഷ്യമാണ്. അതിന് വേണ്ടിയിട്ട് എന്ത് കാട്ടായങ്ങൾ കാണിച്ചു കഴിഞ്ഞാലും മറ്റുള്ളവരെ എന്ത് തരത്തിലുള്ള ചൂഷണം ചെയ്തു കഴിഞ്ഞാലും അവരെ വലിയ തരത്തിൽ വേദനിപ്പിക്കാനോ കുറ്റബോധം വരുത്താനോ പോകുന്നില്ല. ഇനി വേറൊരു രസകരമായ ഒരു കാര്യം എന്ന് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് നടത്താണ്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളെക്കാളും മുകളിലോട്ട് മറ്റൊരാൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെടുത്ത് കുശുമ്പ് തോന്നും. പക്ഷേ അതിനെ അവർ കോപ്പപ്പ് ചെയ്യാനായിട്ട് ചെയ്യുന്ന ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് അവർ സ്വയം ചിന്തിക്കാൻ തുടങ്ങും, അവർ എൻ്റെ അടുത്ത് കുശുമ്പാണ്, അതുകൊണ്ടാണ് അവർ എൻ്റെ അടുത്ത് ഇപ്പോൾ ദേഷ്യത്തിലും മറ്റും പെരുമാറുന്നത്, അവരെന്നെ ഇഷ്ടമല്ല, കാരണം ഞാൻ ഉയരത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു മിഥ്യാഭാവം പലപ്പോഴും അവരിൽ കാണാം. പിന്നെ ഏറ്റവും ഇതിനെയൊക്കെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവരൊരു ആറ്റിറ്റ്യൂഡ്. പലപ്പോഴും നാർസിസിസ്റ്റുകളായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഉള്ള സംസാര രീതിയും അവർ കാണിക്കുന്ന സ്റ്റൈലുകളൊക്കെയും കുറച്ച് വ്യത്യാസമായിരിക്കും. നമ്മുടെ സമൂഹത്തിലെ നോർമലായിട്ടുള്ള എല്ലാവരും കാണിക്കുന്നതിനാളും വ്യത്യാസമായിരിക്കും. കാരണം അവർക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും, ഒരു ഭാവം ഉണ്ടായിരിക്കും. ഒരു സംഭവമാണ്, നിങ്ങൾ ഇത്തിരി റെസ്പെക്റ്റോടുകൂടി സംസാരിക്കണം. നിങ്ങൾ ഈ രീതിയിലല്ല സംസാരിക്കണ്ടേ, ഞാനൊരു ഉച്ചാളിയല്ല, ഞാനൊരു സൂപ്പർ സ്റ്റാറാണ്, ആ രീതിയിൽ നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുള്ളൊരു ഭാവം, ആറ്റിറ്റ്യൂഡ് വളരെയധികം അവരുടെ സംസാരത്തിലും അവരുടെ ചേഷ്ടകളിലും അവരുടെ പുച്ഛഭാവത്തിലൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പെയിന്റിംഗ് സീരീസ് ഓൺ വൺ തീം ഒറ്റ കഴിഞ്ഞാൽ എക്സിബിഷൻ നടത്തണം, ആൻഡ് ദാറ്റ് ബി മൈ ബിഗ്ഗസ്റ്റ് ബ്രേക്ക്. ഒരു നാർസിസിസ്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത് ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ പങ്കാളി ആയിക്കൊള്ളട്ടെ, കൂട്ടുകാരായിക്കൊള്ളട്ടെ, ജോലി ചെയ്യുന്ന സ്ഥലത്തെ ബോസ് ആയിക്കൊള്ളട്ടെ, കുടുംബത്തിലെ മാതാപിതാക്കളോ ആരുമായിക്കൊള്ളട്ടെ, അവരൊപ്പം നിങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുന്ന നിങ്ങൾക്കായിരിക്കണം ആദ്യം നിങ്ങൾ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. കാരണം നാർസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള അബ്യൂസുകൾ, വ്യത്യസ്ത രീതിയിൽ നിങ്ങളുടെ ഇമോഷനെ വിലവയ്ക്കാത്ത അവസ്ഥകൾ, പലതരത്തിലുള്ള നാർസിസ്റ്റിക് ശകാരങ്ങൾ കൊണ്ടും മറ്റും കൊണ്ടും നിങ്ങൾക്ക് അനുഭവിക്കപ്പെട്ടിട്ടുള്ള ട്രാമ, അതിൽ നിന്നും നിങ്ങൾക്ക് ആദ്യം മോചനം നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ആദ്യം നിങ്ങൾ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കണ്ടിട്ട് നാർസിസ്റ്റിക് അബോസിനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാനായിട്ടുള്ള ഹെൽപ്പ് തേടേണ്ടതായിട്ടുണ്ട്. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ നിങ്ങൾക്ക് അതിനുവേണ്ടി സമീപിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങളൊരു തരത്തിൽ സ്റ്റെബിലൈസായി
നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും റീഗെയിൻ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ നിങ്ങളുടെ നാർസിസ്റ്റിക് പാർട്ട്ണറെ ഒരു ഹെൽപ്പിന് വേണ്ടി നിങ്ങൾ അയക്കേണ്ടതായിട്ടുള്ളത്. പലപ്പോഴും നിങ്ങൾ ഇത്തരത്തിൽ നാർസിസ്റ്റിക് പാർട്ട്ണർ എടുത്ത് അവരെടുത്ത് ഇങ്ങനെ ഒരു സഹായം തേടാനായിട്ട് അഭ്യർത്ഥിക്കുന്ന സമയത്ത് പലപ്പോഴും അവരെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാകില്ല. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിക്കുക തന്നെ വേണം. പക്ഷേ ആദ്യം നിങ്ങൾക്ക് തന്നെ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് നാർസിസ്റ്റിക് ടെൻഡൻസികളുള്ള നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഫീച്ചേഴ്സാണ്. അത് എങ്ങനെ ഒരാളെ തിരിച്ചറിയാമെന്നുള്ളതാണ്. ഇനി ഇതിന് ശേഷം നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ഒരു നാർസിസ്റ്റ് എങ്ങനെയാണ് പെരുമാറുക, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന വ്യത്യസ്തതകൾ എന്തൊക്കെയാണെന്ന് ഒരു വീഡിയോ നമ്മൾ ഇത്രയും പെട്ടെന്ന് നമ്മുടെ ചാനലിൽ ലഭ്യമാക്കും. നിങ്ങൾ ആ വീഡിയോയും കൂടി കാണുക. അപ്പോൾ നിങ്ങൾക്ക് നാർസിസത്തിനെ കുറിച്ച് കൂടുതൽ ഒരു അറിവ് നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും. ഇനി നാർസിസം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ്. അത് നമ്മുടെ സമൂഹത്തിൽ പലരും കുറേ നാളുകളായിട്ട് തിരിച്ചറിയാതെ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പലർക്കും ഇത്തരത്തിലുള്ളൊരു അവസ്ഥയുണ്ട്, ഇതൊരു വ്യക്തിത്വ രോഗമാണ് എന്നൊന്നും തിരിച്ചറിയാനായിട്ടുള്ള അവസരം കിട്ടിയിട്ടില്ല. സോ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള നാർസിസ്റ്റിക് ഫീച്ചേഴ്സിൻ്റെയും ഡിസോർഡറിൻ്റെയും ഒരു അവബോധം ഉണ്ടാക്കാനായിട്ട് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഉറ്റവരായിട്ടുള്ള ബന്ധുക്കൾക്കോ എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇതിൻ്റെ അബ്യൂസ്, ഇതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് അമർത്താം. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെയും മറ്റും കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ നമ്മുടെ ചാനലിലെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. കൂടാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഇതുപോലെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് നിർമ്മിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. കേട്ടതിന് എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.